Hi friends, welcome to Garam Masala, the magic spices of cooking. ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി. ഇന്ന് നമുക്ക് ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശർക്കര ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഏത്തയ്ക്ക 4 എണ്ണം, ജീരകം 2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്തത്, ചുക്ക് പൊടിച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര പൊടിച്ചെടുത്തത് 1/4 കപ്പ്, ശർക്കര 1/2 കിലോ, വെളിച്ചെണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ഏത്തയ്ക്കയുടെ തൊലിയെല്ലാം കളഞ്ഞു വെക്കണം. ഇനി ഇതിനെ ഇതുപോലെ നെടുകെ മുറിച്ചെടുക്കാം. അടുത്തതായി ഇതിനെ 1/4 ഇഞ്ച് നീളമുള്ള സ്ലൈസസ് ആക്കി മാറ്റാം. എല്ലാ സ്ലൈസസും ഒരേ തിക്നെസ് ആണ് വേണ്ടത്. ഇങ്ങനെ മുറിച്ച ഈ ഏത്തയ്ക്ക പീസിനെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കറുത്തു പോകും. അടുത്തതായി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഏകദേശം 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ഏത്തയ്ക്കയിലെ കറ പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം. എണ്ണ ചൂടായതിനു ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തയ്ക്ക എണ്ണയിലോട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകുകയും ഉൾഭാഗം ഫ്രൈ ആകാതിരിക്കുകയും ചെയ്യും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക 75% ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ ഏത്തയ്ക്ക ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ശർക്കര പാനി തയ്യാറാക്കാം. ശർക്കരയിൽ ഒരൽപ്പം വെള്ളം ചേർത്ത് ഇതിനെ പാനിയാക്കി മാറ്റണം. അതിനുശേഷം ഈ പാനിയെ ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ഒരു തിക്കായിട്ടുള്ള പാനിയാക്കി മാറ്റാം. ഇപ്പോൾ നമ്മൾ ശർക്കര പാനി തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തക്കയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിനു ശേഷം വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. അതായത് ചുക്ക് പൊടിച്ചെടുത്തത്, ജീരകം പൊടിച്ചെടുത്തത്, ഇവ രണ്ടും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇത് വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലായി നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർത്താൽ നമ്മുടെ ശർക്കര വരട്ടി വിട്ട് നിൽക്കും. നമുക്കിത് നന്നായി ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. പകുതിയോളം ശർക്കര നമ്മുടെ ബൗളിൽ തന്നെ ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. താങ്ക് യു.